ഇനി ഞാനൊരു ഗൗണിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിരിക്കുവാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറാണ്, സാറ്റിൻ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരുന്ന നെറ്റിൻ്റെ മെറ്റീരിയലും കൂടി എടുക്കുന്നുണ്ട്. അത് ആപ്ലിക് വർക്ക് കൊടുക്കാനാണ്. നല്ല ബീഡ്സും സീക്വൻസും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു. അപ്പം ഗ്രീൻ ആണെങ്കിലും നല്ലൊരു പിക്കോക്ക് ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നതായിരുന്നു. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ നെറ്റും കൂടെ എടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പേപ്പർ കട്ടിങ് കണ്ടിട്ട് എടുക്കാറുള്ളത്. അതിനുശേഷം മാത്രമേ ഫാബ്രിക്കിലോട്ട് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ ഓർഡർ എനിക്ക് കിട്ടിയിരിക്കുന്നത് മാൽദീവ്സിലുള്ളൊരു കസ്റ്റമറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് തുണിയിലൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഈ ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാഴ്ചയെങ്കിലും സമയം എടുത്തായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, കസ്റ്റമർ എനിക്ക് ഒത്തിരി സമയം തന്നിട്ടുണ്ടായിരുന്നു. സാവകാശം സമയം എടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഗൗണിൻ്റെ ഓർഡർ തന്നത് തന്നെ. പക്ഷേ എനിക്ക് കടയിലെ ജോലിയും ഇതും ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഇതെടുക്കും, പിന്നെ വീണ്ടും കടയിലെ ജോലികൾ മറ്റുള്ള ജോലികൾ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്ത് തീർത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഒരാഴ്ചത്തെ സമയം എടുത്തത്. അങ്ങനെ ഞാൻ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പം ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഹാൻഡ് വർക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പവർ കട്ടും ഒക്കെ ഒത്തിരി പ്രശ്നമായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ജോലിയൊക്കെ ഒത്തിരി പെൻഡിങ് ആവുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. കാരണം ഇതൊരു ഫിഷ് കട്ട് ഗൗണായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിഷ് കട്ട് ഗൗണായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്തിട്ടുമില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. കടയിൽ സമയം കുറവ് കാരണം. അപ്പം രാത്രിയിലൊക്കെ ഇരുന്ന് അങ്ങനെ എല്ലാം ചെയ്തെടുക്കുവാണ്. ആദ്യം ഞാൻ കത്രി വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കി, പിന്നെ സോൾഡറിങ് എൻ വെച്ചിട്ടും കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് എടുത്തത് കേട്ടോ. പിന്നെ രാത്രി ഒത്തിരി സമയമായി. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം നിർത്തി വെച്ചിട്ട് പിറ്റേന്ന് പിന്നെയും കടയിൽ പോയിട്ടും എല്ലാം കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചു. ഇനി അയൺ ചെയ്തതിന് ശേഷം മാത്രമേ ആപ്ലിക് വർക്കൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ചുരിദാറിൻ്റെ വർക്കും കൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം നടക്കണമല്ലോ. അങ്ങനെ പിന്നെ ഗൗണിൻ്റെ ഫൈനൽ ലുക്കിങ്ങിനാണ് കേട്ടോ വരുന്നത്. ആപ്ലിക് വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അതുപോലെ ഷോൾഡറിലാണെങ്കിലും വൺ സൈഡ് ഓഫ് ഷോൾഡറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് കാണിച്ചിരിക്കുന്ന പാറ്റേണിൽ അങ്ങനെയായിരുന്നു കേട്ടോ. ഇത് ഞാൻ പിന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. ആ സ്റ്റിക്ക് മാറ്റി കഴിഞ്ഞാൽ ഓഫ് ഷോൾഡറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൺ സൈഡാണ് ഫുൾ സ്ലീവ്, മറ്റേ സൈഡിൽ ഷോളിൻ്റെ പോലെ ഇങ്ങനെ അംബ്രല്ല സ്ലീവായിട്ട് കിടക്കത്തേ ഉള്ളൂ. പിന്നെ സാരിയുടെ പ്ലീറ്റ്സ് പോലെയാണ് ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ഗൗണിൻ്റെ. അതുപോലെ ഒരു സ്ലിറ്റും കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടുള്ളൊരു ജോലിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ.